ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണല്ലേ. ഒന്നൊരു ഇൻഷുറൻസ് കവറേജ് കിട്ടണം, രണ്ട് നമുക്കൊരു സേവിങ്സ് ഉണ്ടാവണം. പക്ഷെ എന്നാൽ ഈ പോളിസി മച്യൂറായിട്ട് നമുക്ക് വലിയൊരു തുക നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആ വലിയൊരു തുക കൊണ്ട്? ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഡിസ്കഷൻ. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് LIC അല്ലേ. നമ്മുടെയൊക്കെ പാരൻസ് പലരും ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നത് LICയിൽ നിന്നുമായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന പോളിസികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരം പോളിസികളായിരുന്നു. അത് എൻഡോമെൻറ്റ് പോളിസികളും മണി ബാക്ക് പോളിസികളും. ഇതായിരുന്നു ആ കാലഘട്ടത്തിൽ പൊതുവായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനുണ്ടായിരുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ മാസാവസാനം ഒരു തുക നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ഒരു 20-25 വർഷം കഴിയുമ്പോൾ ആ തുക നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് മെച്യൂറായിട്ട് കിട്ടും. ചെറിയ ഇൻട്രസ്റ്റും അതിൻ്റെ കൂടെ കിട്ടും. ഇനി പോളിസി ഹോൾഡർ കാലാവധിക്ക് മരിച്ചു പോയെന്ന് സംഭവിക്കും, ആ സം ഇൻഷുർഡ് നോമിനിക്ക് കിട്ടും. ഇതായിരുന്നു ഇൻഷുറൻസ് പോളിസിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ഒരു 2000-2001 കാലഘട്ടത്തിലാണ് ഗവൺമെൻറ് ഇൻഷുറൻസ് സെക്ടറിൽ ഒരു പുതിയൊരു പോളിസി കൊണ്ടുവരുന്നത്. അതായത് പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ആരംഭിക്കുന്നു. അപ്പോൾ 2001-2002 കൂടിയിട്ട് ലൈഫ് ഇൻഷുറൻസ് മേഖലയിലും ലൈഫ് ഇൻഷുറൻസ് പോളിസികളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് പലതരം പോളിസികൾ വന്നു. മണി ബാക്ക്, എൻഡോമെൻറ്റ് എന്നീ പ്ലാനുകളാണ് നമുക്ക് മുമ്പുണ്ടായിരുന്നത്. അത് ഈ പ്ലാനുകൾ എന്താണ്? FDകളിലും ഡിബഞ്ചറുകളിലും ബോണ്ടുകളിലും മാത്രമായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺസ് ആണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ വന്നതോടെ പുതിയ തരം പ്രോഡക്റ്റ്സ് എന്ത് ചെയ്തു? മാർക്കറ്റിൽ വന്നു. അപ്പോൾ ഇതിനാണ് ULIP എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നത്. അത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? പണ്ട് 15-20 വർഷം, അതായത് അത്രയും ടേം നമ്മൾ അടച്ചുകൊണ്ടിരുന്നത് ഈ 5 വർഷമായിട്ടും 10 വർഷമായിട്ടൊക്കെ കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു 5-6-7% ഇൻട്രസ്റ്റ് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരുന്നത് 20%, 30% ഒക്കെ ആയിട്ട് വളർന്നു. അപ്പോൾ പണ്ട് ഒരു പക്ഷേ ULIP എൻഡോമെൻറ്റ് പ്ലാനിന് എന്ത് ചെയ്തു? വളരെ കോസ്റ്റ് വളരെ കൂടുതലായിരുന്നു. അതായത് ഏജൻറ്റിൻ്റെ കമ്മീഷൻ, മാനേജ്മെൻറ്റ് ചാർജ്, അലോക്കേഷൻ ചാർജ്. പക്ഷെ എന്നാൽ 2001-2000 കാലം മുതൽ 2002 കാലം മുതൽ അങ്ങനെയുള്ള ULIP എൻഡോമെൻറ്റ് പ്ലാനിൽ നിക്ഷേപിച്ച നിങ്ങൾ ഈ പ്ലാൻസ് മെച്യൂർ ആവുന്നത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും. അതായത് 2000-ലൊക്കെ നിക്ഷേപിച്ച ആളുകൾ. അപ്പോൾ ഒന്നില്ലെങ്കിൽ 2002 മുൻപ് അല്ലെങ്കിൽ അതിന് ശേഷം നിക്ഷേപിച്ച പ്ലാനുകൾ മെച്യൂർ ആവുന്നത് ഇപ്പോഴായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് 2001-2002 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 2020 മുൻപ് വരെ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നോക്കിയാൽ വളരെയധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ്, ഒരുപാട് തരം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതായത് പണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 2001-ലോ 2000-ലോ അല്ലെങ്കിൽ 2020 വരെയോ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന ഓപ്ഷനേക്കാൾ ഒരുപാട് കൂടുതൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ, ഏത് ഇൻഷുറൻസ് കമ്പനിയിൽ പ്രീമിയം അടച്ചാലും അവർക്ക്, അതായത് എത്ര പേരിൽ എത്ര തരം പ്രോഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ എല്ലാ പ്രോഡക്ട്സും അല്ലെങ്കിൽ എല്ലാ ഫണ്ടുകളും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 അവന്യൂസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്നാണ് ഇക്വിറ്റി, അതായത് ഷെയർ മാർക്കറ്റ്. രണ്ടെന്ന് പറയുന്നത് ഡെറ്റ്, അല്ലെങ്കിൽ അതിനെ ബോണ്ട്, FD, ഡിബഞ്ചേഴ്സ് എന്നൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസി മെച്യൂർ ആയിട്ട് പണം കിട്ടിയാൽ വീണ്ടും നിങ്ങൾ ഇൻഷുറൻസ് പോളിസി തന്നെ എടുക്കണമെന്നില്ല. കാരണം ലൈഫ് ഇൻഷുറൻസ് കവറാണ് ഒരു ബെനിഫിറ്റ്. അപ്പോൾ അത് കിട്ടാനായിട്ട് പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ടേം പ്ലാൻ അവൈലബിൾ ആണ്. അപ്പോൾ എന്നാൽ എല്ലാ പ്രൈവറ്റ് പബ്ലിക് ഇൻഷുറൻസ് കമ്പനികളിലും ഈ ടേം പ്ലാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കവറേജ് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ടേം പ്ലാൻ കിട്ടും. അപ്പോൾ അതിന് പ്രീമിയം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമുക്ക് 2 ബെനിഫിറ്റാണെന്ന് പറഞ്ഞു പ്രധാനമായും കിട്ടുന്നത്. ഒന്ന് ഇൻഷുറൻസ്, അതിന് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ടേം പ്ലാൻ എടുക്കാം. രണ്ടാമത്തെയാണ് റിട്ടേൺസ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ റിട്ടേൺസ് കിട്ടാനായിട്ട് നമുക്ക് വേറെ തരം നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് മാറാം. ഇനി അടുത്ത ബെനിഫിറ്റാണ് എന്ത്? ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ, അതായത് നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ എന്താ, ഈ പോളിസി ഹോൾഡേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന പണം ഷെയർ മാർക്കറ്റിലും ബോണ്ടുകളിലും ഡിബഞ്ചറുകളിലും FDകളിലും അപ്പോൾ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്നാൽ അന്ന് നമ്മൾ പോളിസി എടുത്തപ്പോൾ ഉണ്ടായിരുന്ന പല കോസ്റ്റുകളും, അതായത് ഏജൻറ്റിൻ്റെ കമ്മീഷൻ, അലോക്കേഷൻ ചാർജ്, എക്സിറ്റ് ചാർജ്, ഇങ്ങനെ ഒരുപാട് ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ചാർജ് കുറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്.
അന്ന് ചാർജ് കൂടുതലായിരുന്നു, പക്ഷെ ഇന്ന് ഒരുപാട് കുറഞ്ഞ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അന്ന് ഒരു പക്ഷേ പറ്റില്ലായിരുന്നു, പക്ഷേ ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം ഷെയർ മാർക്കറ്റിൽ. അപ്പോൾ അതിനൊരു ബ്രോക്കറുടെ അടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രം മതി, നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്നില്ല. പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാനായിട്ട് പഠിക്കാനായിട്ട് ഒരുപാട് ട്രെയിനിങ് സ്കൂളുകൾ, ട്രെയിനിങ് സെറ്റപ്പുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസിനും കോസ്റ്റ് കുറഞ്ഞ മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ പ്രൊഫഷണൽസ് മാനേജ് ചെയ്യുന്നതാണ്. ഇനി വേണമെങ്കിൽ PMSൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് പോളിസികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യമില്ല. കാരണം പണ്ട് ഒരു പക്ഷേ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇന്ന് കാലം മാറിയതനുസരിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി FDകളിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിൽ കിട്ടിക്കൊണ്ടിരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ FDകളിലും ബോണ്ടുകളിലും ഒക്കെ ഡയറക്റ്റ് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഡിബഞ്ചറുകളൊക്കെ നമുക്ക് ഡയറക്റ്റ് മേടിക്കാം. ഇനി അതല്ല, പ്രൊഫഷണൽസ് മാനേജ് ചെയ്യുന്ന FDയുടെ റിട്ടേൺസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പുതിയ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി വേറെയും കുറേ ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് ETF-കളുണ്ട്, അതുപോലെ കമ്മോഡിറ്റി ഫണ്ടുകളുണ്ട്, ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്. അപ്പോൾ എന്ന് വേണ്ട പലതരം ഓപ്ഷൻസുകളും അസറ്റ് മാനേജ്മെൻറ്റ് ഫണ്ടുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു വേൾഡ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ മാറിക്കഴിഞ്ഞു. പണ്ട് കാലത്ത് നമുക്കുണ്ടായിരുന്ന ചുരുങ്ങിയ ഓപ്ഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് മാത്രമല്ല, ഇന്ന് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ മാറിയ ലോകത്ത് നൂതനമായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പണം സുരക്ഷിതമായിട്ട് ഏറ്റവും ചിലവ് കുറച്ച് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് മേഖലകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അന്വേഷിച്ച് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് ഞങ്ങളുടെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ മേഖലകളെ പറ്റിയിട്ടും ഏറ്റവും കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.